ആദ്യ സിനിമയിൽ തന്നെ ജനങ്ങളെ മൊത്തം കയ്യിലെടുത്ത ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ച സംവിധായകർ. 20 வருஷத்துக்கு முன்னால என்ன வேணுமோ இப்போவோ அதுதான் வேணும். തേർഡ് പ്ലേസിൽ ജിത്തു മാധവൻ. ആദ്യ സിനിമയിൽ തന്നെ തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തിയ സംവിധായകൻ. തന്റെ ജീവിതാനുഭവം സിനിമയാക്കിയപ്പോൾ ജനങ്ങൾക്ക് കിട്ടിയത് ഒരു അടാർ ഐറ്റം. സെക്കൻഡ് പ്ലേസിൽ മിഥുൻ മാനുവൽ തോമസ്. 2014 ഓം ശാന്തി ഓർശാനയ്ക്ക് തിരക്കഥാകൃത്തായാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതെങ്കിലും 2015 പുറത്തിറങ്ങിയ ആട് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനം. സിനിമ റിലീസായ സമയത്ത് ഒരു വലിയ പരാജയമായിരുന്നു. ബോക്സ് ഓഫീസിൽ വലിയ നഷ്ടം നേരിടേണ്ടി വന്നു. എന്നാൽ ചിത്രത്തിന്റെ DVD പുറത്തിറങ്ങിയ ശേഷം പടത്തിന്റെ റേഞ്ച് അങ്ങ് മാറി. പടം ജനങ്ങൾ ഏറ്റെടുത്തു. ശേഷം ഈ ചിത്രത്തിന് ജനങ്ങൾക്കിടയിൽ ലഭിച്ച വരവേൽപ്പ് അത്രത്തോളമായിരുന്നു. 2017 ഇതിന്റെ തുടർച്ചയായി ആട് 2 റിലീസ് ചെയ്തു. ഫസ്റ്റ് പ്ലേസിൽ അൻവർ റഷീദ്. അൻവർ റഷീദിന്റെ ആദ്യ സംവിധാനമാണെങ്കിലും 2005 വലിയ പ്രതീക്ഷകളോടെയാണ് സിനിമ റിലീസായത്. 2005 നവംബർ 4 അനന്തഭദ്രം, ബോയ് ഫ്രണ്ട് എന്നീ സിനിമകൾക്കൊപ്പമാണ് രാജമാണിക്യം റിലീസായത്. പ്രതീക്ഷകൾ ഒട്ടും തെറ്റിക്കാതെ തന്നെ ചിത്രം അക്കാലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി. 140 ദിവസത്തിലധികം തിയേറ്ററിൽ ഓടി ആ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായി രാജമാണിക്യം.